ഡോക്ടർ, IVF-ന്റെ ചികിത്സാ രീതികളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് മുമ്പ് IVF-നെ പറ്റി ചുരുക്കത്തിലൊന്ന് പറയാമോ? വന്ധ്യത ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റിൽ ഒന്നാണ് IVF അല്ലെങ്കിൽ ICSI ട്രീറ്റ്മെൻറ്റ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്ത കണ്ടീഷനിലാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. അതിനകത്ത് 2-3 ഘട്ടമായിട്ടാണ് ട്രീറ്റ്മെൻറ്റുകളുള്ളത്. ചെറിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, IUI പോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്. ഇതിലൊന്നും വിജയിക്കാതെ വരുമ്പോഴാണ് IVF പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അതിനൊരു കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട്. പ്രത്യേക കേസുകളിലാണ് നമ്മൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യകതയുള്ളത്. കാര്യം അത് സ്ത്രീകളിലും പുരുഷന്മാർക്കും ആ രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, കുറച്ച് പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കപ്പിൾസിന് IVF ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ അവർക്ക് പോസിറ്റീവ് ആകാൻ സാധ്യത കൂടുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അണ്ടവാഹിനി കുഴലുകൾ, അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, 2 ഫെലോപ്പിയൻ ട്യൂബിലും സൈഡിലെയും ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF പോലെ ട്രീറ്റ്മെൻറ്റുകളാണ് അവർക്ക് ചെയ്യേണ്ടി വരിക. എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവാണ്, അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും നമ്പറും അറിയാനായിട്ട് AMH എന്ന് പറഞ്ഞാൽ ആൻറ്റി മുലർ ഹോർമോൺ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ വളരെ കുറവാണെങ്കിൽ അത് നമുക്കൊരു IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടിയായിട്ട് വരാം. എഗ്ഗിൻ്റെ ഏജ് വളരെ കൂടുന്നു, അല്ലെങ്കിൽ ഏജ് ഒരു 35 വയസ്സിന് മുകളിലാണ്, അല്ലെങ്കിൽ 40 വയസ്സോട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ IVF ട്രീറ്റ്മെൻറ്റുകളായിരിക്കും വേണ്ടി വരിക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പേം കൗണ്ട് വളരെ കുറവാകുമ്പം ICSI പോലെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് നോർമലായിട്ട് IUI പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെടുന്ന കണ്ടീഷൻസിലാണെങ്കിലും IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ചധികം നാളായി അവർ ട്രീറ്റ്മെൻറ്റ് അവർ ഒരു അബ്രോഡ് താമസിക്കുന്ന കപ്പിളാണ്, അവർക്ക് ഈ വരുന്ന ആ ഒരു കുറച്ച് സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല കണ്ടീഷൻസിൽ നമുക്ക് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വന്ധ്യത ചികിത്സയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് IVF അല്ലെങ്കിൽ ICSI പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ. ART പോലെ ആർട്ടിഫിഷ്യൽ റിപ്പോർട്ടീവ് ടെക്നിക്സിനകത്ത് വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. അത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് കുറേ കൂടെ കൂടുതലായിരിക്കും. വ്യക്തമായിട്ട് അതിനകത്ത് എന്താണ്, എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എഗ്ഗിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ സ്പേമിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു പ്രോബ്ലമാണോ, എംബ്രിയോയിലുള്ള തകരാറാണോ, അല്ലെങ്കിൽ യൂട്രസിനകത്ത് എന്തുകൊണ്ടാണ് കുഞ്ഞാവാത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളതും കുറച്ചും കൂടെ പോയിൻ്റ് ചെയ്ത് നമുക്ക് അറിയാനായിട്ട് ഈ IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ ഗുണം ചെയ്യും. പിന്നെ ടൈം ടു പ്രഗ്നൻസി, അതായത് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ മേ ബി ഒരു 2 to 3 മന്ത്സിനകത്ത് ടൈം ടു പ്രഗ്നൻസി കുറേ കൂടെ നമുക്ക് ഷോർട്ടൻ ചെയ്യാനും ഈ IVF ട്രീറ്റ്മെൻറ്റുകൾ സഹായിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇൻഡിക്കേറ്റഡ് ആവുന്ന കേസ്, എല്ലാ കേസുകളിലും IVF വേണമെന്ന് ചോദിക്കാറുണ്ട്, അങ്ങനെയല്ല. അത്യാവശ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞത് പോലത്തെ, അതുപോലെ ഓരോ പേഷ്യൻ്റെ കണ്ടീഷനും നോക്കി ആവശ്യമുള്ള അവർക്കൊരു IVF ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യമെങ്കിൽ അതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്കൊരു പോസിറ്റീവ് വരാനുള്ളൊരു സാധ്യത കുറേ കൂടെ കൂട്ടാനും പോസിറ്റീവായിട്ടുള്ള അവർക്ക് കുഞ്ഞ് എന്നുള്ളൊരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കാനും ഉള്ളൊരു സാധ്യതകൾ IVF ട്രീറ്റ്മെൻറ്റിൽ കൂടുകയാണ്.